പൊള്ളാച്ചി എന്ന് കേട്ടപ്പോഴേക്കും മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പൊടിയുള്ള പൊള്ളാച്ചി ഭയങ്കര പൊടി. എനിക്ക് ഇപ്പൊ ഡസ്റ്റ് അലർജി മൂക്ക്. പിന്നെ ഈ അണ്ണൻ തമ്പി മുതലായ ഒരുപാട് ചിത്രങ്ങൾ അതൊക്കെ ശരിയാണ്. അപ്പോഴേ അതിനൊക്കെ ഞാൻ അനുഭവിച്ചു. കംപ്ലീറ്റ് മൂക്കി പൊടി കഴിഞ്ഞ് പിന്നെ തുമ്മലും പിന്നെ അത് ഫീവറായിട്ട് വരും. പിന്നെ അത് വലിയ പാടാ. പിന്നെ അതിൽ നിന്ന് കുറേ റിക്കവർ ചെയ്യാൻ സമയം എടുക്കും. അതൊക്കെ ഈ സിനിമയിലുണ്ട്. പക്ഷെ സിനിമയിലൊന്നും കാണില്ല. പിന്നെ പൊടിയിൽ മുക്കി കൊന്നു. പൊള്ളാച്ചിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ചിലപ്പോൾ മലയാള സിനിമയിൽ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സെറ്റ് ആദ്യമായിട്ടായിരിക്കും. അല്ല, പൊള്ളാച്ചി പൊതുവെ എല്ലാവരും പൊതുവെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. കുറച്ചുകൂടെ സൗകര്യമുണ്ട്. പിന്നെ പൊള്ളാച്ചിയിൽ താമസിക്കാനൊന്നും വലിയ ചിലവില്ല. പിന്നെ വീട്, മാർക്കറ്റ്, അങ്ങാടി, റോഡ്, അങ്ങനത്തെ ശല്യങ്ങൾ, പിന്നെ നല്ല ലാൻഡ്സ്കേപ്പുകൾ, പിന്നെ പുഴ, ഒരുപാട് തമിഴ്നാട്ടിലെ ഏറ്റവും ഗ്രീനറി ഉള്ള സ്ഥലമാണ് ഈ പൊള്ളാച്ചി. നമ്മൾ ഈ കാണുന്ന പൊള്ളാച്ചി മാർക്കറ്റ് മാത്രമല്ല. പൊള്ളാച്ചിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആളിയാർ ഡാമിൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മുടെ അതായത് ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു സൈഡ് കേരളത്തിലെ ഭാഗങ്ങളും മറ്റു ഭാഗം തമിഴ്നാടുണ്ട്. അപ്പോൾ ആ സൈഡും ഈ സൈഡ് പോലെ തന്നെ ഭംഗിയുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ 1500 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഒരു പോർഷൻ തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ ഈ ആളിയാർ ഡാമിൻ്റെ ആ ഭാഗങ്ങളും അതുപോലെ നല്ല രസങ്ങൾ, ക്രിസ്റ്റൽ ഗ്രീൻ. നമ്മൾ ആ ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടിൽ മഴയില്ലാതെ ഉണങ്ങി നിൽക്കുന്ന ഒരു ഡ്രൈ സമയത്താണ് നമ്മൾ ഷൂട്ടിങ് തുടങ്ങി. ഇവിടെ ആ സമയം കൊണ്ട് അവിടെ മഴ പെയ്യുമ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുമൊക്കെ ഒരു കാരണമാണ്. ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് അവിടെ അതിൻ്റെ സ്പിൽ ഓവർ വരാൻ സമയമെടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഷൂട്ടിങ് അവിടെ തീർത്ത് പോകുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ ഈ ചെറുവാഴിപ്പുഴയുടെ പുഴയുള്ളത് കൊണ്ട് അവിടെ ഇപ്പോഴും നല്ല ഫുൾ ഗ്രീനാണ്, നല്ല പച്ചപ്പാണ്. തേങ്ങയും ഒക്കെ ഒരുപാട് ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് കാണാം. അത് നമുക്ക് കാണാനൊരു ഭംഗിയാണ്. നമ്മുടെ ആൾക്കാർ തേങ്ങ വെക്കട്ടെ അതിനെങ്കിലും. പിന്നെ മുകേഷ് ഖന്ന ക്യാരക്ടർ ഡയറക്ടറുടെ ചോയ്സ് ആയിരുന്നു. എങ്ങനെയായിരുന്നു അത്? ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാണ് മുകേഷ് ഖന്ന സാറിന്റെ. ഇതിനകത്ത് മുകേഷ് ഖന്ന, നവാബ്, റാസാ മുറാദ്, വസൻ ഖാൻ ആണ് 4 വില്ലന്മാർ. അതിനകത്ത് താപ്പടെ ഒരു മലയാളി വില്ലനായിട്ട് നമുക്കുള്ളത് ജോയ് മാത്യു മാത്രമേ ഉള്ളൂ. ജോയ് മാത്യു നമ്മളൊന്ന് ഇട്ടാൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഹിന്ദി ഭാഷ അതിൽ ഒരു സബ് ടൈറ്റിൽ പോലും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ 4 പേരും പറയുന്ന ഹിന്ദിക്കൊന്നും നമ്മൾ സബ് ടൈറ്റിൽ വളരെ 1-2 വാചകങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അതർവൈസ് വി ഹാവ് നോട്ട് യൂസ്ഡ് എനി സബ് ടൈറ്റിൽസ്. ഇറ്റ്സ് ഡയറക്റ്റ് നോ വെരി ലിറ്റിൽ. സോ അതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക്, ജനങ്ങൾക്ക് സിനിമ മനസ്സിലാകാതെ പോകുന്നില്ല. അവർക്ക് ഭാഷ എന്നുള്ളതല്ല, ഭാഷയിൽ അവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരുപാട് ഹിന്ദി പടം പോകുന്നു, തമിഴ് പടം ഓടുന്നു, തെലുങ്ക് എല്ലാ പടം ഓടുന്ന രാജ്യമില്ല. നമ്മൾ എന്ത് എടുക്കുന്ന സ്ഥലമാണല്ലോ, നമ്മളതെങ്കിലും പോകുന്നില്ല. അപ്പോൾ അത് യെസ് വെരി വെൽ. വി ആർ വെരി പേട്രിയോട്ടിക് പീപ്പിൾ. അപ്പോൾ ഇതില് ഈ സെക്കൻഡ് ഹാഫ് നേരെ ഹൈദരാബാദിലേക്കാണ്. ചെറിയ പോർഷൻ. വേറെ എന്തെങ്കിലും അറിയണ്ടോ? മറ്റേ സീനുകളൊക്കെ എടുത്ത സ്ഥലങ്ങൾ അറിയാം. അവിടെ സ്ഥലം ഭയങ്കര. പിന്നെ ഇപ്പോൾ ഈ സിനിമാ രംഗത്ത് ഇപ്പം മമ്മൂക്കയുടെ ഈ ഒരു ചിത്രം, ഇത് ഒരു വിജയ ചിത്രം എന്ന രീതിയിൽ എപ്പോഴും ഒരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ തുടർന്ന് അങ്ങോട്ട് മമ്മൂക്കയുടെ അല്ല ഇനി തുടർന്ന് അങ്ങോട്ട് മമ്മൂക്കയുടെ മിക്ക ചിത്രങ്ങളിലും മമ്മൂക്കയുടെ കൂട്ടത്തിൽ തന്നെ കാണും എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. മമ്മൂക്ക എന്താ വിശ്വസിക്കുന്നത്? വിശ്വാസമല്ലേ എല്ലാം. അത് പകുതി എല്ലാം ഞാൻ പറഞ്ഞു. പകുതി വിശ്വാസമല്ലേ. ഓണത്തിന് മാത്രമല്ല, അല്ലാതെ രീതിയിലൊരു ഫാമിലി, ഇവിടെ ഓണത്തിന് ഇറങ്ങിയില്ല, അന്ന് ഓണമായിരുന്നില്ലേ, ഒരു ഫാമിലി ടച്ചുള്ള പടം. പിന്നെ മമ്മൂക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് എല്ലാം ഉണ്ട്. അല്ല, മമ്മൂക്കയിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ്. ഞാൻ വിചാരിച്ച അപ്രതീക്ഷിതമായിട്ടൊരു ഷോക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്താണ്. അതൊക്കെ പൊളിഞ്ഞു. അല്ല, ആ സസ്പെൻസ് ശരിക്കും നിലനിർത്തിയിട്ടുണ്ട്. കാരണം അപ്രതീക്ഷിതമായിട്ടാണല്ലോ പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അതെ, നല്ലതൊന്നും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം, നല്ലതും പറയാൻ പറ്റുന്ന. ഞാൻ ശരിക്കും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പോയ രംഗം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ആ ഒരു മേക്ക് ഓവറിൻ്റെ സമയത്താണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ 90 കാലഘട്ടങ്ങളിലൊക്കെ മമ്മൂക്കനെ കണ്ട നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള മമ്മൂക്ക അതാണ്. അപ്പോൾ ആ മമ്മൂക്കനെ വീണ്ടും നമുക്ക് തിയേറ്ററിൽ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അതുപോലെ ആ ശരീരം കാണാതെ പോയ മമ്മൂക്കയെ തിരിച്ചു കിട്ടി. അതുകൊണ്ടാണ് പ്രത്യേകം കാച്ചിങ് വെച്ചത്. പഴയ മമ്മൂട്ടി പുതിയ മമ്മൂട്ടി ഒന്നും ഇല്ലല്ലോ, ഒരു മമ്മൂട്ടിയല്ലോ. ഒരു ഡയലോഗല്ലേ, പഴയ ജീവിതം പുതിയ ജീവിതം എന്നൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പഴയ കൊച്ചിയല്ലോ, പക്ഷെ മമ്മൂക്ക പഴയ മമ്മൂക്ക. കൗണ്ടർ വന്നിട്ടോ. അപ്പൊ അജയ് കൂടുതൽ സംസാരിക്കില്ല എന്നുള്ള വാശിയാണ്. അവൻ മൗനവ്രതത്തിലാണ്. ഈ ആക്ഷനും കട്ടുമൊക്കെ എങ്ങനെ പറഞ്ഞു? ഈ കല്യാണം ആക്ഷനൊക്കെ അത്രേ ഉള്ളൂ, കട്ട് സ്റ്റാർട്ട് ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് എന്താന്ന് വെച്ചാൽ കാണിച്ചു തന്നാണോ? അജയ് ചിരി കണ്ടില്ല.
ഏതായാലും ഒരു സംവിധായകൻ്റെ കയ്യൊപ്പ് നിലനിർത്തിയൊരു പടമാണ്. ആദ്യത്തെ ചിത്രം തന്നെ മമ്മൂക്കാനെ വെച്ച് ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. അത് ഇത്രയും ബമ്പർ ഹിറ്റായി മാറിയത് മറ്റൊരു വലിയ ഭാഗ്യം. കാരണം ഇതൊരു ഓണച്ചിത്രം എന്നതിലുപരി ഒരു ഓളച്ചിത്രമാണ്. ഒരുപാട് ഓളം ഉള്ളൊരു ചിത്രം അല്ലേ മമ്മൂക്ക? ഓണച്ചിത്രമല്ലേ? ഓളച്ചിത്രമാണ്. കാരണം പഴയ കാലങ്ങളുണ്ട്. പഴയ പ്രയോഗം പഴയതാണോ പുതിയതാണോ? അല്ല, ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ എനിക്ക് ഇവിടെ കേട്ടോ അല്ല, ഏതായാലും മമ്മൂക്ക ഏറ്റുകിടക്കും കല്ലിരുമണ്ടാകുമ്പോൾ ഒരു സൗരഭ്യം. ഏതായാലും രാജാതിരാജ, മലയാളത്തിൻ്റെ രാജാതിരാജ നമ്മുടെ മമ്മൂക്ക ഈ ഓണച്ചിത്രത്തോടനുബന്ധിച്ച് ഈ ഉള്ള ഉത്സവകാലം മുഴുവൻ കൊട്ടിഘോഷിക്കാൻ നമ്മോടൊപ്പം ഉണ്ട്. എല്ലാവരും കണ്ടവർ വീണ്ടും കാണാൻ മറക്കരുത്. കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയി തന്നെ കാണുക. മറക്കരുത്, വീണ്ടും കാണാൻ തോന്നുന്ന സിനിമയാണെന്ന് പറഞ്ഞാൽ മതി. വീണ്ടും കാണാൻ തോന്നുന്ന പോട്ടെ, ചിലർക്ക് ഇതുവരെ പോയിട്ടില്ല, പോയത് വീണ്ടും കണ്ടോളെ. അല്ല, ഇത്രയും ഓണച്ചിത്രങ്ങൾ ഇറങ്ങിയതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, വീണ്ടും കാണാൻ തോന്നിയൊരു ചിത്രം ഈ ഒരു ചിത്രമാണ്. മമ്മൂക്കയിൽ നിന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടൊരു ചിത്രം. നല്ല പാട്ടുകൾ. ബേണി ഗിരീഷ് സാറിന്റെ ആ പാട്ട് ഇപ്പോഴും നമ്മുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്നുണ്ട്. നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്നുണ്ടെന്നൊക്കെ ഈ മമ്മൂക്കയുടെ ഒന്നും പറയാൻ സമ്മതിക്കില്ല. മലയാളം അറിയാത്തോണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമ്മളെ It is saved because you don't know Malayalam. Yeah, I don't know. But I have one question to ask. These kind of Hindi actors from Bollywood come in. How many films of this kind where they don't use the subtitling? Recently they started. No surprise. Recently. Maybe 2-3 years now. You are the starting point. I thought this may be a trend. It's just started. They started because it's becoming universal. പക്ഷെ ഹിന്ദിയിൽ നിന്ന് ഒരുപാട് പിന്നെ നടികൾ ഇങ്ങോട്ട്. Females are coming, but male actors are very rare. Amjad Khan acted with me so many films, 2-3 films he did. Kiran Kumar acted. Kiran Kumar. So many. They spoke all Malayalam. They spoke their own language. Amjad Khan was supposed to speak Malayalam. He was struggling to speak the lines. Yeah. But we made him. Somebody came from Bombay. He was for a long time in Bombay, and we gave him the freedom to speak in Hindi. Most of the lines. That is actually natural. If you create, he's from Bombay, you can speak. If you create, he's from Bombay, so if he speaks Hindi, it's fine. That's why we gave him a Bombay background. It should be better. അപ്പോൾ രാജാതിരാജ പ്രിയപ്പെട്ട മമ്മൂക്ക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലുള്ള എല്ലാ തിയേറ്ററുകളിലും നിറഞ്ഞാടുകയാണ്. എല്ലാവരും കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയി തന്നെ ഈ ചിത്രം കാണുക. കണ്ടവർക്ക് വീണ്ടും കാണാൻ ആഗ്രഹമുണ്ടെന്നറിയാം, എന്നെപ്പോലെ തന്നെ. അപ്പോൾ വീണ്ടും കാണുക രാജാതിരാജ എന്ന ചിത്രം. മറക്കരുത്. ഡോണ്ട് മിസ് ഇറ്റ്. മമ്മൂക്ക, ഇനി എന്തെങ്കിലും മിസ് ഇറ്റ്. ഡോണ്ട് മിസ് ഇറ്റ്.